ഹലോ, ഇന്നത്തെ പരീക്ഷണാവസ്ഥ അപ്പോൾ നമ്മുടെ നെല്ലിക്കയാണ് കേട്ടോ. നെല്ലിക്ക മാത്രമല്ല, അരിനെല്ലിക്കയാണെങ്കിലും ഞാൻ ഈ ഒരു ഹെൽത്തി ഡ്രിങ്ക് എപ്പോഴും ഉണ്ടാക്കാറുള്ളതാണ് വീട്ടിൽ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ. സൺഡേ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീട്ടുമുറ്റത്ത് വണ്ടിക്കാർ വന്നപ്പോൾ അവരിൽ നിന്ന് കുറച്ച് നെല്ലിക്ക വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ കഴുകി നീറ്റാക്കി എടുത്ത് പീസാക്കി എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കേണ്ട ഒരു ആവശ്യം വന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ കളറ് മാറിയിരിക്കുന്നത്. ഇതിന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എരിവിനനുസരിച്ച് കുറച്ച് കാന്താരിയും കൂടി പിന്നെ ഇഞ്ചി കഷ്ണങ്ങളും കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ പേസ്റ്റ് ആക്കി എടുക്കണം കേട്ടോ. ഇതൊരു പാത്രത്തിലേക്ക് പകർത്താം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ മിക്സാക്കി ഒന്ന് തട്ടിപ്പൊത്തി മാറ്റി വയ്ക്കട്ടെ. അപ്പോൾ തന്നെ അതിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും. ഇത് നമുക്കൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു ഗ്ലാസ് ജാറിലേക്ക് പകർത്തി വയ്ക്കണം. അതിൽ ഒട്ടും വെള്ളം പാടില്ല കേട്ടോ ആ ഗ്ലാസ് ജാറിൽ. അപ്പോൾ നല്ല രീതിയിൽ ഇതേ ക്ലീൻ ആക്കി എടുത്തിട്ടുള്ള ഗ്ലാസ് ജാറിലേക്ക് ഇനി നമുക്കിത് പകർത്തി മാറ്റി വയ്ക്കുക. എവിടെയാണെന്നറിയാം, ഫ്രിഡ്ജ്. ഇത് എത്ര നാൾ കഴിഞ്ഞാലും കേടാവില്ല കേട്ടോ. ഫ്രിഡ്ജിൽ അതേപോലെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് കൊണ്ട് നല്ല രീതിയിൽ എനിക്കറിയാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ കഴിക്കാമെന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ ഒരു ടീസ്പൂൺ നെല്ലിക്കയുടെ മിക്സ് എടുക്കുക. ഇതൊരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് കഴിക്കാവുന്നുള്ളൂ. രാവിലെ ആണെങ്കിൽ ചെറു ചൂടുവെള്ളത്തിലും ഇത് കഴിക്കാവുന്നുള്ളൂ. കൊറ്റന് ഇഷ്ടമില്ലാത്തവർക്ക് അരിച്ച് കഴിക്കാം കേട്ടോ. പിന്നെ ഇത് കൊച്ചു കുട്ടികൾക്കും കൊടുക്കുക. ഇപ്പോൾ ചൂടുകാലം ആയതുകൊണ്ട് ഐസ് ക്യൂബൊക്കെ ഇട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കാച്ചുകൂടെ കുടിക്കാറുണ്ട് കേട്ടോ. സംഭവം എന്തായാലും ഹെൽത്തി ഡ്രിങ്ക് തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നിങ്ങൾക്കും റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല. അപ്പോൾ ഇന്നത്തെ വിശേഷത്തിലുള്ളൂ.